ഹൃദയപൂർവ്വത്തിന്റെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് റേഡിയോയിലേമാണ്. കൂടെയുള്ളത് ഞാൻ ജൂലി ഗണപതി. 9 രാത്രിയിലെ കഠിനവ്രതത്താൽ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സും ശരീരവുമായി അറിവിന്റെ വാതിൽ തുറന്ന ദിവസമാണ് വിജയദശമി. കേരളത്തിലെ കുരുന്നുകളെല്ലാം വിദ്യാരംഭം കുറിക്കുന്ന ദിവസം. ഈ ഒരു പ്രത്യേക ദിവസം ജീവിതാനുഭവങ്ങളും ജീവിത വിജയങ്ങളും അറിവുമൊക്കെ പങ്കുവയ്ക്കാൻ ഒരു സ്പെഷ്യൽ അതിഥി വന്നിട്ടുണ്ട്. നർത്തകിയും ഡാൻസ് ടീച്ചറുമായ അനുപമ ഒരു ഡാൻസ് ടീച്ചർ മാത്രമല്ല കേട്ടോ, ചിത്രകാരിയും റേക്കി മാസ്റ്ററുമാണ്. ഒരുപാട് സ്നേഹത്തോടെ അനുവിനെ ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റേഡിയോ ലൈമിന്റെ എല്ലാ ശ്രോതാക്കൾക്കും വിജയദശമി ആശംസകൾ. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ജൂലി ഗണപതിക്കും എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ പേര് അനുപമ. ഞാനിവിടെ ഓറിയന്റൽ ഫൈൻ ആർട്സ് അക്കാഡമി ഓഫ് ലണ്ടനിൽ ഡാൻസ് ടീച്ചറായിട്ട് ജോലി ചെയ്യുകയാണ്. അത് ആക്ച്വലി ഒരു ഫ്രാഞ്ചൈസിയാണ്. ഞാൻ എൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വീട്ടിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അവരെ എക്സാമിനേഷൻ ചെയ്യിക്കാനായിട്ട് അവിടെ കൊണ്ടുപോകും. ഞങ്ങൾ ഗ്രേഡിംഗ് ഒക്കെ നടത്താറുണ്ട്, സർട്ടിഫിക്കേഷനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഭരതനാട്യം, മോഹിനിയാട്ടം അങ്ങനെയുള്ള ഭാരതത്തിൻ്റെ നമ്മുടെ സാംസ്കാരിക കലകളെല്ലാം, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം നമ്മൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രേഡിംഗ് നടത്തുന്നുണ്ട്. അനുവിനോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയാനുണ്ട്. വിജയദശമി പുതിയ പഠനങ്ങളുടെ ദിനം എന്നാണ് പറയപ്പെടുന്നത്. അനുവിന്റെ ഡാൻസ് പഠനത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഞാൻ ഇന്ന് മുതൽ ഡാൻസ് പഠിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വയസ്സ് തുടങ്ങിയാണ്. എന്റെ ചേച്ചിയെ പഠിപ്പിക്കാനായിട്ട് ഒരു മാഷ് വരുമായിരുന്നു. അപ്പോൾ ചേച്ചി കുറച്ചാൾ പഠിച്ചു, പിന്നെ പഠനം നിർത്തി, പിന്നെ ഞാൻ തുടർന്നു. അങ്ങനെയാണ് അതങ്ങനെ തുടർന്നു പോവായിരുന്നു. പിന്നീട് എനിക്ക് ഒരുപാട് ഗുരുക്കന്മാരിൽ നിന്നും പഠിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായി. അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. കലാമണ്ഡലം, അതുപോലെ തന്നെ കലാക്ഷേത്ര, അവിടെ നിന്നൊക്കെ പഠിച്ച് പഠനം പൂർത്തിയായ ഗുരുക്കന്മാര് എന്നെ പഠിപ്പിക്കുകയുണ്ടായി. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കലകളും അല്ലെങ്കിൽ ഒരു പഠനവും പൂർത്തിയാവുന്നില്ലല്ലോ. നമ്മളെപ്പോഴും എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ എത്രയോ സ്ത്രീകള് പല പല കാര്യങ്ങൾ യൂട്യൂബ് നോക്കിയൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്നും ഒരു വിദ്യാർത്ഥിയാണ് നമ്മള്. ശരിയാണ്, അനു പറഞ്ഞതുപോലെ യൂട്യൂബ് ഉള്ളത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിലൂടെ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഈ നൃത്തം അനുവിന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നൃത്തം നമ്മളെപ്പോഴും അഭ്യസിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതൊരു വ്യായാമത്തിന്റെ രീതിയിൽ തന്നെ നമ്മൾ അതിനെ നോക്കിക്കാണുവാണെങ്കിലും, അല്ല ഇനി ആധ്യാത്മിക രീതിയിൽ അതിനെ നോക്കിക്കാണുവാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രസക്തിയുണ്ട്. നമ്മുടെ ഭാരതത്തിലെ കലകൾക്ക് മാത്രമേ അങ്ങനെ ഒരു ആധ്യാത്മികമായിട്ട് നമ്മളെല്ലാത്തിനെയും അതുമായിട്ട് യോജിപ്പിച്ച് കലർത്തി വെച്ചിരിക്കുകയാണ് അല്ലെ. ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ ചിലതൊക്കെ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസവും അതുമായിട്ട് ചേർന്ന് തന്നെ നിന്ന് ഒരു സംഗതിയായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് പല പല തലങ്ങളിൽ അതിനെ നമുക്ക് പരിശോധിക്കാം, അതിനെ പഠിക്കാം, അതിനെ അഭ്യസിക്കാം. ഇപ്പോൾ വ്യായാമം എന്നുള്ള മാത്രം ഒരു രീതിയിൽ നോക്കി കണ്ടുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്ന നൃത്തം അഭ്യസിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു വ്യായാമം തന്നെയാണ് നമുക്ക് ഡാൻസ് പഠിക്കുന്നത് കൊണ്ട് ഒരുപാട് ഒന്നാമത് നമ്മുടെ ഷേപ്പ് മെയിൻറ്റെയിൻ ആക്കി കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസ് പോലും, പിന്നെ നമ്മുടെ മാനസിക ഉല്ലാസം, പിന്നെ ഡൊപ്പമൈൻ പോലത്തെയുള്ള നല്ല നല്ല ഹോർമോൺസ് അത് റിലീസ് ചെയ്യിക്കും. നമ്മൾ കൂടുതൽ യങ് ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ അങ്ങനെ പല പല ഗുണങ്ങളുണ്ട് ഡാൻസ് പഠിക്കുന്നത് കൊണ്ട്. ഡാൻസ് മാത്രമല്ല, ഏത് കലകളും നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് അതിന് ഒരു പ്രത്യേക ഒരു പോസിറ്റിവിറ്റി നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതെ, കലകൾ എപ്പോഴും നമുക്ക് പോസിറ്റീവ് എനർജിയാണല്ലോ തരുന്നത്. ഒരു ഡാൻസർ എന്ന നിലയിലും ഡാൻസ് ടീച്ചർ എന്ന നിലയിലും അനുവിന് നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നമ്മുടെ മോട്ടോ പണ്ട് പ്രഭുദേവയുടെ ഒരു ചിത്രം വന്നല്ലോ, ABCD, അതായത് എനിബഡി ക്യാൻ ഡ്രോ, എനിബഡി ക്യാൻ ഡാൻസ്. നമ്മളുടെ അടുത്ത് വരുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല എന്ന് നമ്മളെപ്പോഴും അവർക്ക് വാക്ക് കൊടുക്കാറുണ്ട്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെ കൊണ്ട് നൃത്തം ചെയ്യിക്കാറുണ്ട്, അവരെ കൊണ്ട് പടങ്ങൾ വരപ്പിക്കാറുണ്ട്. അപ്പോൾ അതൊരു ഫണ്ണായിട്ട് കണ്ടാൽ മതി എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ചില സ്റ്റുഡൻസ് എപ്പോഴും നമ്മൾ പരാതി കേൾക്കുന്നത് ഇന്നത്തെ കാലത്തെ കുട്ടികളെല്ലാവരും മൊബൈലിലാണ്, അവര് സമയം കിട്ടുന്നില്ല, അവർക്ക് ഒന്നിനും താല്പര്യമില്ല, അവർക്ക് വെറുതെ വീട്ടില് ബെഡ്റൂമിലിരുന്ന് മൊബൈൽ നോക്കിയാൽ മതി. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ചില വിദ്യാർത്ഥികളൊക്കെ വളരെ ഗൗരവത്തോടെ വന്ന് നമ്മളടുത്ത് അഭ്യസിക്കാറുണ്ട്. അപ്പോ ചില സമയത്ത് ഞാൻ പറയും, നിങ്ങൾ കുറച്ച് റിലാക്സ് ചെയ്യൂ. ഇത്രയും അതിന്റെ കല എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ആസ്വാദനം തരേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഡെഡിക്കേഷൻ വേണമെന്ന് ചിലപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്. പക്ഷെ അവര് വളരെ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഇത് കൊടുത്ത് അതിന് ആ ഗൗരവത്തോട് ചെയ്യുന്ന കുട്ടികളുണ്ട് കേട്ടോ. പിന്നെ
ഇതെല്ലാം മാനസികോല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ആ രീതിയിൽ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ പഴയ ഒരു ചിട്ടവട്ടങ്ങളിൽ നിന്നൊക്കെ കുറച്ച് മാറി കുറച്ച് രസകരമായിട്ട് ഇതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, ഒരു കലാകാരിയുടെ അല്ലെങ്കിൽ കലാകാരന്റെ വിജയം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ചേച്ചിയാണ് എന്നെ ശരിക്കും വരയ്ക്കാൻ പഠിപ്പിച്ചത്. ചേച്ചി നല്ലൊരു കലാകാരിയാണ്, മ്യൂറലൊക്കെ വരയ്ക്കും. അഡ്വക്കേറ്റ് ബിനു രാജി ഇപ്പോൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് കേരളത്തിൽ. എൻ്റെ മുത്തച്ഛൻ, എൻ്റെ അമ്മയുടെ അച്ഛൻ നല്ലൊരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിന് മാർപ്പാപ്പ കൽക്കട്ടയിൽ വന്നപ്പോൾ സ്വർണ്ണ മെഡലൊക്കെ തരികയുണ്ടായി. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴം അദ്ദേഹം ഒരു കൊത്തുപണി പോലെ ചെയ്യായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് എത്രയോ കുറച്ച് കലാകാരന്മാരെയൊക്കെ വിളിച്ച് അങ്ങനെ അവരെ ആദരിക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ മുത്തച്ഛനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തില്. അങ്ങനെ കുടുംബപരമായിട്ട് ഞങ്ങൾ കുറച്ച് കലാകാരന്മാരൊക്കെ ഉള്ള വീടാണ്. അപ്പൊ അങ്ങനെ കിട്ടിയതായിരിക്കാം. പിന്നെ ഞാൻ അങ്ങനെ ഒരു സ്ഥാപനത്തിലൊന്നും പോയി ഞാൻ ഇരുന്ന് അങ്ങനെ പഠിച്ചിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു വരകളൊക്കെ നമുക്ക് സ്വായത്തമായിട്ട് കിട്ടുന്നതാണ്. നമ്മുടെ ഒരു എന്താ പറയാ, രക്തത്തിൽ അലിഞ്ഞ് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന കഴിവുകളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നൃത്തം നമ്മൾ ശരിയായ രീതിയിൽ തന്നെ അഭ്യസിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതൊരു സയൻസാണ്, നാട്യശാസ്ത്രം എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ശരിക്കും ആഴത്തിൽ പഠിക്കാതെ നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഞാൻ പല പല ഗുരുക്കന്മാരുടെയും കീഴിൽ ശിഷ്യപ്പെട്ട് ഞാൻ അഭ്യസിച്ചിട്ടുണ്ട്. ഏത് രീതിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാനാണ് അനുവിന് കൂടുതൽ ഇഷ്ടം? എനിക്ക് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പെയിന്റിങ്ങുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നമ്മൾ ഈ അടുത്തിടെ ഐക്യരാഷ്ട്രസഭയായിട്ട് ഒന്നിച്ച്, അതായത് യൂണിസെഫ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ICPA എന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് അസംബ്ലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയുണ്ടായി. അപ്പോൾ അതിലൊരു എൻവയോൺമെന്റൽ ഡേ ഉണ്ടായിരുന്നു, പ്രകൃതി ദിനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ മരങ്ങളൊക്കെ നട്ടു. അതിനുശേഷം നമ്മൾ കുറച്ച് കുട്ടികളുമായിട്ടിരുന്ന് പ്രകൃതിയെ കുറിച്ച് സംസാരിക്കുകയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പ്രകൃതിയുടെ കുറച്ച് ചിത്രങ്ങൾ വരയ്ക്കുകയും ഒക്കെ ചെയ്തു. അത് പിന്നീട് നമ്മൾ അതിന്റെ ആർട്ട് എക്സിബിഷൻ ഒക്കെ നടത്തിയിരുന്നു. ഞാൻ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പടങ്ങളാണ് കൂടുതൽ വരയ്ക്കാറുള്ളത്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികളും അങ്ങനെ തന്നെയാണ്. അതുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന, പ്രകൃതിയുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന പടങ്ങൾ വരയ്ക്കുന്നതിനോടാണ് അവരും താല്പര്യം കാണിക്കാറുള്ളത്. നമ്മൾ ഈ അടുത്തിടെ ഐക്യരാഷ്ട്രസഭയുടെ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ടായിരുന്നു. അത് ICPA എന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് അസംബ്ലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രകൃതി ദിനം മാറ്റിവെക്കുകയുണ്ടായി. അതിൽ നമ്മൾ കുറെ മരങ്ങളൊക്കെ നട്ടു. അതിനുശേഷം നമ്മൾ കുട്ടികളെ വിളിച്ചിരുത്തി അവർക്ക് ഇഷ്ടമുള്ള എന്താ പറയാ കാട്, അതേപോലെ തന്നെ മരങ്ങള്, അങ്ങനെയാണ് ചെറിയ ചെറിയ പുഴകളൊക്കെ വരച്ചു. അത് നമ്മൾ ആർട്ട് എക്സിബിഷന് വേണ്ടി നമ്മൾ കൊടുക്കുകയുണ്ടായി. അത് നടത്തി വളരെ വിജയകരമായിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റി. പല പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അതിനുവേണ്ടി UK വന്നു. അതൊരു വലിയൊരു സംരംഭമായിരുന്നു. അതെനിക്ക് അതിൽ പങ്കുചേരാൻ പറ്റിയതിലും കുട്ടികൾക്ക് കുറച്ചൊക്കെ നിറങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റിയതിലും അവരെ പങ്കെടുപ്പിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. പിന്നെ അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അതായത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക്, സംസാരശേഷി ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. അപ്പോൾ അവർക്ക് നിറങ്ങളിലൂടെ സംസാരിക്കാൻ നമ്മൾ ഒരു അവസരം ഒരുക്കി കൊടുത്തു. അതും എനിക്ക് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരു കുട്ടി നന്നായിട്ട് ഒരു വാട്ടർഫാൾ വരയ്ക്കുകയുണ്ടായി. അപ്പോൾ ആ കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും തോന്നുന്ന ഒരു വികാരം ഉണ്ടല്ലോ, അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമൊക്കെ. സ്വന്തം കുട്ടി സംസാരിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ നല്ലൊരു ചിത്രം വരയ്ക്കാൻ പറ്റിയുള്ള ഒരു സന്തോഷം, അത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വലിയൊരു അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ചില സന്തോഷ നിമിഷങ്ങൾ നമുക്ക് ഈ കലകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പ്രകൃതിയാകുമ്പോൾ ഒരുപാട് വർണ്ണങ്ങൾ നിറഞ്ഞതാണല്ലോ. അപ്പോ സാധാരണയായി ഒരു ചിത്രം വരയ്ക്കാൻ എത്ര സമയം എടുക്കാറുണ്ട്? ഒരു ചിത്രം വരയ്ക്കാനായിട്ട് ഏകദേശം ഒരു 2 ആഴ്ച എടുക്കാറുണ്ട്. ക്യാൻവാസിന്റെ വലിപ്പം അനുസരിച്ച്. എനിക്കിപ്പോൾ മ്യൂറലൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും. അതുപോലെ തന്നെ അത് അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ ചെറിയ ഡീറ്റെയിൽസ്, ചെറിയ ചെറിയ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അതിന് കുറച്ച് സമയം എടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ വർക്ക്ഷോപ്പൊക്കെ നമുക്ക് ചിലപ്പോൾ മിക്കവാറും 1-2 മണിക്കൂർ കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ചിത്രങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന സ്പഞ്ചുകളും ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് ഒരു ചിത്രം തട്ടിക്കൂട്ടാനുള്ള ഒരു നമ്മൾ തിരക്ക് പിടിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ പല പല ഓരോ രീതിയിലും നമ്മൾ പലതും
എക്സ്പ്ലോർ ചെയ്യാറുണ്ട്, പലതും നമ്മൾ പരീക്ഷിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഒരു ആർട്ട് എക്സിബിഷനാണ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു തീമൊക്കെ തന്നിട്ട് അത് അങ്ങനെ ഒരു വിഷയം തന്നിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ഒരു ആവശ്യകത ഉണ്ടെങ്കിൽ നമ്മൾ അത് സമയമെടുത്ത് ചെയ്യാറുണ്ട്, 2 ആഴ്ച. അതുപോലെ തന്നെ പോർട്രേറ്റുകളാണ്, ഒരാളുടെ ചിത്രം അല്ലെങ്കിൽ ഒരു ഫാമിലി പിക്ചറൊക്കെയാണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ച് സമയം എടുത്ത് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അനുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള നിറം ഏതാണ്? ഇഷ്ടപ്പെട്ട നിറം നീലയാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് നീലാകാശം, സമുദ്രം നീല കളറ്. പിന്നെ നമ്മൾ മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നീല നിറമായിട്ടാണ് നമ്മുടെ ഭൂമിയെ കാണുന്നത്. കാരണം സമുദ്രമാണല്ലോ ഏറ്റവും കൂടുതൽ. അപ്പൊ അതൊരു നീല കളറായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നീലയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം. നമ്മൾ കുട്ടികളെ വരപ്പിച്ചു തുടങ്ങുമ്പോൾ അവരാദ്യം ഞാൻ നീല കളർ അടിക്കാൻ പറയും. നീല നിറം മുഴുവനും നമ്മൾ വെറ്റ് ഓൺ വെറ്റ് എന്ന് പറയുന്ന ഒരു പെയിന്റിങ് ടെക്നിക്കിലൂടെ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ആദ്യം ക്യാൻവാസ് നമ്മളൊന്ന് നനച്ചിട്ട് അതിലേക്ക് നീല നിറം ചേർത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ആദ്യം തുടങ്ങുക. എന്തായാലും നല്ല ചോദ്യം. താങ്ക് യു അനു. സത്യത്തിൽ എനിക്കും ഇപ്പോഴാണ് നല്ലൊരു വ്യക്തത ഉണ്ടായത്. റേക്കി വഴി മനസ്സിനും ശരീരത്തിനും ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോ ഈ റേക്കിയിലൂടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രയോജനം, എനിക്ക് എന്നെ തന്നെ അറിയാൻ പറ്റി. ചിലപ്പോൾ നമ്മളെ തന്നെ നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആധ്യാത്മികത, മെഡിറ്റേഷനിലൂടെ നമ്മളെ തന്നെ അറിയുക. അതുപോലെ തന്നെ ഇതിൽ പറയുന്നത് നമ്മുടെ 5th ഡയമെൻഷനിലാണ് ആദ്യം നമുക്ക് അസുഖങ്ങൾ വരിക എന്നുള്ളതാണ്. 5th ഡയമെൻഷനിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഒരു തലമുണ്ടല്ലോ, അവിടെ നമ്മളുടെ ആത്മാവിന്റെ തലമാണ്. ആ ആത്മാവിന്റെ തലത്തിൽ നമ്മുടെ ഓറ എന്ന് പറയുമല്ലോ, നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു പ്രഭാവലയം, അതിലാണ് ഏറ്റവും ആദ്യം ഏത് അസുഖവും ബാധിക്കുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ അസുഖം വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു വിദ്യ ഇതില് നമ്മുടെ ഓറയെ തന്നെ നമ്മൾ സുരക്ഷിതമാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ NHS വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ രോഗികളും, NHS എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ, UK അതായത് ഇവിടെ ഹെൽത്ത് സർവീസ് ആണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ രോഗികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാനസിക ആരോഗ്യ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ചില കേസസ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ഓറ ലോക്ക് ചെയ്യുക. എന്തൊക്കെ ഇപ്പം ഒരു സ്ഥലത്തും വർക്ക് ചെയ്യണമെന്ന് തന്നെയില്ല, നമ്മൾ ന്യൂസ് പേപ്പർ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വാർത്ത കേൾക്കുവാണെങ്കിൽ തന്നെ നമ്മളെ അലോസരപ്പെടുത്തുന്ന ഒരുപാട് ന്യൂസുകൾ അല്ലെ, ഒരുപാട് നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മളുടെ ഓറയെ എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ അതിനെ ലോക്ക് ചെയ്യണം. അപ്പോൾ അത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓറ ലോക്ക് ചെയ്യാതെ തന്നെ നമ്മൾ സേഫ് ആണ്. അതുപോലെ തന്നെ മറ്റു രീതിയിൽ നമ്മളെ സുരക്ഷിതമാക്കി വെക്കുക എന്ന് പറയുന്നത് നമ്മൾ പ്രൊട്ടക്ഷൻ, നമ്മൾ യൂണിവേഴ്സിനോട് നമ്മൾ അപേക്ഷിക്കും. നമ്മളെ എല്ലാ രീതിയിലും നമ്മുടെ ചുറ്റും നമ്മളെ ബബിളപ്പ് ചെയ്യാന്ന് പറയും. അതായത് ഒരു ബലൂൺ പോലെ ഒരു രീതിയിൽ നമ്മുടെ പ്രഭാവലയത്തെ നമ്മൾ ഒരു വെളുത്ത വെളിച്ചം കൊണ്ട്, പ്രകാശവലയം കൊണ്ട് നമ്മളെ ആഗീരണം ചെയ്ത് നമ്മളെ തന്നെ സുരക്ഷിതരാക്കി വെക്കുക. എവിടെ പോയാലും നമ്മളിപ്പോ ഒരു കടയിൽ പോവാണ്, അല്ലെങ്കിൽ തിരക്കുള്ള സ്ഥലങ്ങളിൽ പോവുകയാണ്, നമ്മൾ എന്തോരം പല പല വാർത്തകൾ കേൾക്കുകയാണ്, തിരക്കുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ആളുകൾ മരിച്ചു അങ്ങനെ. അപ്പോൾ എവിടെ പോയാലും നമ്മൾ എപ്പോഴും സുരക്ഷിതരായിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് മറ്റൊരു രീതിയിൽ നമുക്ക് നമ്മുടെ ഓറ ഡ്രെയിൻ ആവുന്നത്, നമ്മുടെ ഓറ എന്താ പറയാ ചീത്തയാവുന്നതെന്ന് പറയുന്നത് ഇങ്ങനെ ഭീതി ഉണർത്തുന്ന കാര്യങ്ങൾ, അതായത് ഹൊറർ പടങ്ങൾ കാണുക, മർഡർ മിസ്റ്ററീസ് കാണുക, ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതായത് ഫിയർ എന്ന് പറയുന്നത്, ഭയം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഓറയെ താഴെ കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയാണ്. ഞാൻ എഴുതുന്ന ഒരാളായിരുന്നു. പ്രേതകഥകളും പിന്നെ ഇതേപോലെ മർഡർ മിസ്റ്ററീസ് ഒക്കെ ഞാൻ എഴുതുമായിരുന്നു, നാടകങ്ങൾ ചെയ്യുമായിരുന്നു. അതെന്റെ ഭയങ്കര ഹരമായിരുന്നു ഒരിടയ്ക്ക്. അതെല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം എനിക്ക് മനസ്സിലായി അത് എന്തോരം എന്നിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ എപ്പോഴും നമ്മൾ ശാന്തരായിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് സങ്കടം വരുമ്പോഴും നമുക്ക് ദുഃഖം വരുമ്പോൾ ചില സമയത്ത് നമുക്ക് നമ്മളെ തന്നെ എന്താ പറയാ അംഗീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മൾ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോഴും നമ്മുടെ ഓറ ഡൗൺ ആവുകയാണ്. അപ്പോഴും നമ്മൾ
നമ്മളോട് തന്നെ പറയേണ്ടത് ഇതെല്ലാം നെഗറ്റീവ് തോട്ട്സ് ആണ്. നമ്മളെല്ലാ രീതിയിലുള്ള ഈ മോശമായിട്ടുള്ള ചില ചിന്തകളിൽ നിന്ന് നമ്മളെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. അതാണ് നമുക്ക് ഈ റേക്കി കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു വരദാനം, ഏറ്റവും വലിയ ഒരു പ്രയോജനം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് സംഭവിച്ചാലും നമ്മുടെ ചുറ്റും, അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലും അബദ്ധം കാണിച്ചാലും ഒരിക്കലും നമ്മളുടെ എനർജി ഡൗൺ ആവില്ല. എപ്പോഴും നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. എനിക്ക് ഇത് പഠിച്ചതിന് ശേഷം ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട് ഇത് പഠിക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ. ഞാൻ എൻ്റെ ക്ലയൻസിനെ ഞാൻ അതിൽ ഡിപ്ലോമ എടുത്തു, സർട്ടിഫൈഡ് ആണ്. അപ്പോൾ ഞാൻ റേക്കി കൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ സോൾവ് ആയിന്ന് വരില്ല. അപ്പോൾ എനിക്ക് അതിന്റെ റൂട്ട് കോസ്, അതിന്റെ മൂല കാരണം മനസ്സിലാക്കാനായിട്ട് ഞാൻ അവരെ പാസ്റ്റ് ലൈഫിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഒരുപാട് രസകരമായ കേസസ് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ചിലർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പാസ്റ്റ് ലൈഫിൽ പോയി നോക്കുമ്പോൾ അവരൊരു കാർ ആക്സിഡന്റിലായിരിക്കും ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ ആത്മാവ് തീരുമാനിക്കുകയാണ് ഇനി ഞാൻ കാറ് ഡ്രൈവ് ചെയ്യില്ല. അപ്പൊ ഈ ജന്മത്തിൽ വന്നതിന് ശേഷം പിന്നെ അവർക്ക് കാറ് ഡ്രൈവ് ചെയ്യണമെന്ന് തോന്നുമ്പോഴും ലൈസൻസ് കിട്ടായകയുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിട്ട് അവരെ ഹീൽ ചെയ്യിക്കുകയാണ്. ഹീൽ ചെയ്ത് കഴിയുമ്പോൾ അവര് ഈ ജന്മത്തിൽ അവർ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലവും, അഭിമുഖീകരിക്കുന്ന എല്ലാ വെല്ലുവിളികൾക്കും നമുക്ക് ഉത്തരം കൊടുക്കാനും അതുപോലെ തന്നെ അതിനൊരു സൊല്യൂഷൻ, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഉത്തരം കണ്ടെത്താനും നമുക്ക് സാധിക്കാറുണ്ട്. എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. റേക്കി പരിശീലനത്തിനായി ഒരുങ്ങുന്ന ഒരാള് പാലിക്കേണ്ട മാനസിക തയ്യാറെടുപ്പുകൾ. ഒരാള് റേക്കി ചെയ്യുമ്പോൾ കൂടുതൽ നമ്മൾ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മളെ തന്നെ സുരക്ഷിതമാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും വഴക്കുകൾ, അതേപോലെ തന്നെ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ്, എന്തെങ്കിലും ഒരു മറ്റൊരാളോട് നമുക്ക് ചേരായിക ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ മാറി നിൽക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. നമ്മുടെ ചിന്തകളെ എപ്പോഴും പോസിറ്റീവായിട്ട് വെക്കേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ നോൺ വെജ് മാക്സിമം അവോയ്ഡ് ചെയ്യുക, കഴിക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ മദ്യം, അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അത് ഒരു ശുചിത്വം പാലിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. നമ്മൾ പഞ്ചശുദ്ധിയെ പറ്റി പറയുമല്ലോ. അതായത് നമ്മൾ ക്ഷേത്രം ദർശിക്കുമ്പോൾ പഞ്ചശുദ്ധി വരുത്തണം. വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം കൊണ്ടും നമ്മൾ എല്ലാ ചിന്തകളിലും ഒക്കെ നമ്മൾ ശുദ്ധി വരുത്തിയിട്ട് വേണം പോകാനെന്ന് പറയുമല്ലോ. അതേപോലെ തന്നെ കുളിച്ചിട്ട് വേണം. കുളിച്ചതിന് ശേഷമാണ് ഞാൻ ഇപ്പോഴും ക്ലയൻസിനെ കാണാറുള്ളത്. അപ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള ഒരു ഇതാണ്. എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ, ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് യൂണിഫോം വേണമല്ലോ. അതേപോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ചില നിബന്ധനകളുണ്ട്. അപ്പോൾ റേക്കി ചെയ്യുമ്പോഴും നമ്മൾ അത് പാലിക്കുവാണെങ്കിൽ അത് കൂടുതൽ നന്നായിട്ട് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. ഹീലിംഗ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഇത്രയും പെട്ടെന്ന്. വിജയദശമി പോലുള്ള ഈ പ്രത്യേക ദിനത്തിൽ റേക്കി ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേക പ്രാധാന്യമുണ്ടോ? വിജയദശമി എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ശത്രു സംഹാരം അല്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളിലുള്ള ഒരു വിജയമാണ്, അല്ലെ? നമ്മളിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ടോ, നമ്മൾ ആരാന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ, നമ്മളുടെ ശത്രുക്കളായിട്ടുള്ള എന്താ പറയാ, കാമം, ക്രോധം, ലോഭം, മോഹം, അങ്ങനെയുള്ള ചില ഷഡ്വൈരികൾ എന്നൊക്കെ പറയുമല്ലോ, അതിനെയൊക്കെ നമുക്ക് കൊല്ലാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ചിലര് പറയാറില്ലേ, അയ്യോ ഞാൻ ജയിലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മൾ തടവ് അനുഭവിക്കുന്ന ചില അവിടുത്തെ ആളുകളുമായിട്ട്, ദേവാസികളായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ മിക്കവരും എന്നോട് പറയുന്നത്, ചിലരൊക്കെ ഇങ്ങനെയുള്ള ഡ്രഗ്സ് അതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഞാൻ എങ്ങനെ ആ ഒരു പ്രവൃത്തി ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ കേസിൽ പെട്ടു എന്ന് എനിക്ക് തന്നെ അറിയില്ല. അതായത് ആരോ അവരെ കൊണ്ട് ചെയ്യിക്കുന്നു. അതായത് അവരെന്താണ് ചെയ്യുന്നത്, അവരെന്താണ് പറയുന്നത് അവർക്ക് തന്നെ അറിയില്ല, അവരെ തന്നെ അവർക്ക് അറിയുന്നില്ല. അപ്പോൾ അതാണ് ആ ഒരു വിജയം. നമ്മളിൽ തന്നെ ഒരു വിജയം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മളുടെ ചിന്തകളിൽ എങ്ങനെ ചിന്തിക്കണം എന്ന് നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല. അതാണ് സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ടത്. റേക്കി പോലെയുള്ള സംഗതികൾ നമ്മൾ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരു അസുഖം വന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള വിദ്യ നിങ്ങൾക്ക് അറിയുമോ?
അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ ചിന്തിക്കണം, എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണം, എങ്ങനെ നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരുമാറണം, ഇങ്ങനെയുള്ള ചില സംഗതികൾ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ അച്ഛനമ്മമാർക്കും ഇന്നത്തെ കാലത്ത് അവർ തിരക്കിലാണ്, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സമയമില്ല. സ്കൂളിൽ അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ട്, ടീച്ചർമാർക്ക് ഇതിന് സമയമുണ്ടോ? അപ്പോൾ ഇന്നത്തെ പാഠ്യ പദ്ധതികൾ എന്ന് പറയുന്നത് കൂടുതലും എന്താ പറയാ, ഒരു പാഠ്യ പുസ്തകങ്ങള് ബേസ് ചെയ്തിട്ടുള്ളതാണല്ലോ. അതിലുപരിയായിട്ട് അവർക്ക് ഇങ്ങനെയുള്ള സംഗതികൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം വിദ്യാഭ്യാസം കൊണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ ചോദിച്ചത് റേക്കിയെ കുറിച്ചിട്ടാണ്. റേക്കിയും മെഡിറ്റേഷനും തമ്മിലുള്ള ബന്ധം എന്താണ്? റേക്കി എന്ന് പറയുന്നത് അത് മെഡിറ്റേഷനിലൂടെ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇപ്പോൾ റിമോട്ട് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് മറ്റൊരാൾ ദൂരത്തിരിക്കുന്നവരെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും, സുഖപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇത് നമ്മളിലേക്ക് ആ ഒരു നമ്മുടെ ഓറ ലോക്ക് ചെയ്യുകയും നമ്മളൊരു ബബിളപ്പ് ചെയ്യുകയും നമ്മളെ സ്വയം നമ്മൾ ആ ഒരു വെളുത്ത വെളിച്ചത്തിൽ നമ്മൾ ആഗിരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഇതെല്ലാം ഇമാജിനേഷനാണ്, നമ്മുടെ ഒരു സങ്കല്പമാണ്. അപ്പൊ ആ സങ്കല്പത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണമെങ്കിൽ അതൊരു മെഡിറ്റേഷനാണ്. കലാകാരന്മാരും അതിന്റെ കലാസൃഷ്ടി ഓരോ രീതിയിലും അവർ ചെയ്യുമ്പോൾ അതും ഒരു മെഡിറ്റേഷനാണ്. അപ്പോൾ ഇതിന് മെഡിറ്റേഷൻ വളരെ അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് മണിക്കൂറോളം ചെയ്യേണ്ട, ഒരു 10 മിനിറ്റ് ഞാൻ ചെയ്യാറുള്ളൂ. റേക്കി ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് എന്നിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്നിട്ട് ഞാനിത് എന്നെ തന്നെ ആദ്യം ഒന്ന് സുരക്ഷിതമാക്കിയിട്ട് ഞാൻ മറ്റൊരാളെ ഞാൻ സുഖപ്പെടുത്താറുണ്ട്. ഇതൊക്കെ കേട്ട് ഞാനും റേക്കിയിലേക്ക് ഒരുപാട് അടുത്ത്. റേക്കി സെഷൻ നടത്തുമ്പോൾ അനുവിന്റെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? റേക്കി ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. അതായത് ഞാൻ ആദ്യം തന്നെ കുളിക്കുമ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടാണ് ഞാൻ കുളിക്കുന്നത് എൻ്റെ ദേഹത്ത്. പിന്നെ അതിനുശേഷം ഞാൻ അവരോട് ചോദിക്കും എവിടെയാണ്, എന്താണ് പ്രശ്നം എന്ന്. ചിലപ്പോൾ അവർ വരുമ്പോൾ തന്നെ എനിക്ക് അവരുടെ ഓറ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റും, അവർ ഇന്ന പ്രോബ്ലം ആയിട്ടാണ് വരുന്നതെന്ന്. അപ്പോൾ ഇന്നാളൊരു കോളറ് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അവര് വയ്യാതിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് അവരുടെ മുഖം ഞാൻ മനസ്സിലേക്ക് ഓർത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവരുടെ വയറിനാണ് പ്രശ്നം. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൻഡിക്സിന്റെ പ്രോബ്ലം ആണോ? അപ്പൊ ചിലപ്പോൾ പെട്ടെന്ന് എനിക്ക് അവരുടെ എനർജി എനിക്ക് കിട്ടും. എനിക്കൊരു കുളിര് പോലെ തോന്നാറുണ്ട് കേട്ടോ റേക്കി ചെയ്യുമ്പോൾ. അവർക്കും അത് ഫീൽ ചെയ്യും, ഞാനത് പകർന്നു കൊടുക്കുമ്പോൾ അവർക്കും അത് ഫീൽ ചെയ്യും. അത് ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് അനുഭവിച്ച് തന്നെ അറിയണം അല്ലെ. ഇപ്പൊ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം, നമുക്കത് ഒരു ഇന്നതാണ് ദൈവം എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അത് നമുക്ക് ചില സമയത്ത് നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ അനുഭവിച്ച് അതറിയാറുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഒരു അനുഭവ ഗുണമുള്ള ഒരു പ്രത്യേക തരം ഒരു ഫീലിംഗ് ആണ് റേക്കി എന്ന് പറയുന്നത്. അത് എല്ലാവരും ഇത് പഠിക്കണം, ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇപ്പോൾ BBC നമ്മുടെ അടുത്ത് തന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ അവരും ഇതിനെപ്പറ്റി ഒരുപാട് വളരെ താല്പര്യത്തോടെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത്, എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഇയാൻ ബെൽഹം ആണ്. അദ്ദേഹം നമ്മുടെ റോയൽ കറസ്പോണ്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്പർ 10 വേണ്ടിയിട്ടും അദ്ദേഹം ഒരുപാട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് ഞാനിത് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരുപാട് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയി, വളരെയധികം താല്പര്യം കാണിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ഇത് ചെയ്യണം, ഒരു ഡോക്യുമെന്ററി പോലെ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് പോലെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോ അത് ഉടനെ തന്നെ ഉണ്ടാവും. എന്തായാലും ജൂലി ഇതിൽ താല്പര്യം കാണിക്കുകയും എന്നോട് ഇതിനെപ്പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞതിലും ഒരുപാട് സന്തോഷം. ആ ഡോക്യുമെന്ററി വളരെ പെട്ടെന്ന് ഇറങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. അനുവിനെ ഏറ്റവും സ്പർശിച്ച ഒരു റേക്കി അനുഭവം? ഏറ്റവും സ്പർശിച്ച ഒരു റേക്കി അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ, ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഒരു കുട്ടിയെ ഞാൻ കണ്ടു. ആ കുട്ടിക്ക് ഭയങ്കര നിർത്താത്ത ചുമയായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഈ ചുമ കാരണം എനിക്ക് അധികം നേരം യാത്ര ചെയ്യാനും എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഡയപ്പർ കിട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. ചുമയ്ക്കുമ്പോൾ എനിക്ക് മൂത്രം പോവാറുണ്ട്. കുറെ ഡോക്ടർമാരെയൊക്കെ കാണിച്ചു, അവരെനിക്ക് സ്റ്റെറോയിഡ് എഴുതി തന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരി ഓർത്തത് ഞാൻ എന്തോ മെഡിക്കൽ പ്രാക്ടീഷണറാണ്. ഞാൻ പറഞ്ഞു ഞാൻ റേക്കി മാസ്റ്ററാണ്, റേക്കി ഹീലറാണ്, ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ കുട്ടിക്ക് ഹീലിംഗ് ചെയ്തു കൊടുത്തു. അതിനുശേഷം പുള്ളിക്കാരി പിന്നെയും കുറേശ്ശെ ചുമയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് റിമോട്ട് ഹീലിംഗിലൂടെ എനിക്ക് സുഖപ്പെടുത്താൻ സാധിച്ചു. പിന്നെ ഇപ്പോൾ ആ കുട്ടി ഒരു കുഴപ്പമില്ല, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു.
അപ്പോൾ അങ്ങനെയുള്ള ചില കേസസ്, എക്സ്ട്രീം ആയിട്ടുള്ള, നമുക്ക് ഒരിക്കലും ഭേദമാവില്ല എന്ന് വിചാരിച്ച കേസസ് വരെ, അതേപോലെ തന്നെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് സുഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എൻ്റെ കഴിവെന്ന് ഞാൻ പറയില്ല. ഈ ഒരു മൊഡാലിറ്റി, ഈ റേക്കി എന്ന് പറയുന്ന ഈ ഒരു വലിയ ഒരു എന്താ പറയാ, ചികിത്സാ സമ്പ്രദായം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതിന്റെ ഒരു ഗുണമാണ്. ഈ അനുഭവങ്ങൾ കേട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു പാഠമാണ്, പ്രചോദനമാണ് അല്ലേ? നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാവുന്ന ഒരു പോസിറ്റീവ് മെസ്സേജ് എന്താണ്? വളരെ നല്ല ചോദ്യമാണ് ജൂലി. എനിക്ക് റേഡിയോ ലൈമിന്റെ എല്ലാ ശ്രോതാക്കളോടും അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ റേക്കി പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആരോഗ്യമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലെ? അപ്പൊ ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റേക്കി വളരെ അത്യാവശ്യമാണ്. അപ്പൊ എല്ലാവരും പഠിക്കുക. നമ്മളെ മാത്രമല്ല, നമുക്ക് മറ്റൊരാളെയും സുഖപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പഠിക്കുക. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും സന്തോഷമാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ. മറ്റുള്ളവരെയും നമുക്ക് എപ്പോഴും സന്തോഷത്തോടെ നമ്മളെ കൂടെ ചേർത്ത് നിർത്താൻ സാധിക്കും. ആരെങ്കിലും നമ്മളെ മനഃപൂർവ്വം ദുഃഖിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ പോലും അതൊന്നും നമ്മളെ ഏശില്ല. അപ്പോൾ റേക്കി എന്ന് പറയുന്നത് ഒരു ജീവിതചര്യയാക്കി മാറ്റാനായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ എന്തായാലും സ്വായത്തമാക്കേണ്ടത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് എനിക്ക് ഈ ഒരു അവസരം പ്രത്യേകിച്ച് ഈ വിജയദശമി അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. മറ്റ് കലകളോ മറ്റ് ഒന്നും നമുക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും മിനിമം അറ്റ്ലീസ്റ്റ് റേക്കി എങ്കിലും നമ്മൾ പഠിച്ചിരിക്കുക. കുറഞ്ഞത് നമ്മൾ റേക്കി പഠിച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് നമ്മളെങ്കിലും എപ്പോഴും ആരോഗ്യത്തോടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അല്ലെ? അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഭയമോ എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യക്കുറവോ ഒക്കെ നമുക്കുണ്ടാവും എന്നുള്ള ഭയം പോലും നമുക്ക് വരില്ല. അപ്പൊ അത് എത്രത്തോളം അനിവാര്യമാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് നമ്മൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ ചുറ്റിക്കാണുന്നത് എന്തിനാണ്? നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് എവിടെയും പോകണ്ട, നമുക്ക് വീട്ടിൽ ഇരുന്നാൽ തന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ആനന്ദത്തിലായിരിക്കും. അപ്പോൾ റേക്കി എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അത് തീർച്ചയായിട്ടും എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ എല്ലാവരും ഓൺലൈനിലൂടെയും ഒക്കെയാണല്ലോ പഠിക്കുന്നത്. അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചാലും അതും എഫക്റ്റീവാണ്. ഏത് രീതിയിലും നമ്മൾ ഇത് പഠിക്കാനായിട്ട് ശ്രമിച്ചാലും അത് ഈക്വലി ഗുഡ്. എല്ലാ രീതിയിലും അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് എഫക്ട് ചെയ്യുമെന്ന് തന്നെ എനിക്ക് പറയാം. ഓക്കെ, അനുവിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ഓരോ വിഷയത്തെക്കുറിച്ചും. പക്ഷേ നമുക്കൊരു സമയപരിധി ഉള്ളത് കൊണ്ട് ഇഷ്ടമില്ലാഞ്ഞിട്ടും ഈ ഒരു സൗഹൃദ സംഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് വളരെ നന്നായിട്ട് അറിയാം അനുവിന് ഇത്തിരി പോലും സമയം വെറുതെ കളയാനില്ലാത്ത ഒരാളാണ്. ഇത്രയും തിരക്കിനിടയിൽ കുറച്ച് സമയം മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദി അനു. എല്ലാ മേഖലകളിലും ഇനിയും ഒരുപാട് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ, ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എൻ്റെ കൂടെ ചെലവഴിക്കുകയും ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ എന്നോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്ത ജൂലിക്കും ഈ ഒരു അവസരം ഒരുക്കി തന്ന റേഡിയോ ലൈമിനോടും ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുകയും അതേപോലെ തന്നെ അതിൽ മുന്നേറുകയും വിജയിക്കുകയും ഒക്കെ സാധിക്കാൻ എല്ലാം ദൈവം ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലും അറിവിന്റെ വെളിച്ചം നിറയട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. പുതിയ കുറച്ച് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ജൂലി ഗണപതിയാണ്. ഇത് റേഡിയോ ലൈം, ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.